എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോ. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പതിവ് പോലെ തന്നെ കുറച്ച് ലേറ്റായിട്ട് എണീച്ചു. കഴിഞ്ഞ 4-5 ദിവസത്തിൻ്റെ ഡ്യൂട്ടിയുടെ ക്ഷീണവും കാര്യങ്ങളുമായിട്ട്. അപ്പം ഇന്ന് വലറ്റ് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. വലറ്റയിൽ ഇപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് പരിപാടിയൊക്കെ ഓണാണ്. കുറച്ചൊക്കെ ഇനി റെഡി ആകാനുണ്ട്. ഒരു ഡിസംബർ ഒരു 5 ആകുമ്പോഴത്തേനും ഇത് ഫുള്ളായിട്ട് അടിപൊളിയാവും. കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് വിഷ്വൽസും ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ നാട്ടിലുള്ള കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എവിടെയാണ് മാൾട്ട, എന്താണ് മാൾട്ട. മാൾട്ടനെ കുറിച്ചൊരു വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മാൾട്ട എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് മാൾട്ട. 1964 ബ്രിട്ടനിൽ നിന്നാണ് മാൾട്ടയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇറ്റലിയിലെ സിസിലിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 100 കിലോമീറ്റർ മാത്രം ദൂരമാണ് മാൾട്ടയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ഇൻഫ്ലുവൻസ് വളരെ വലിയ രീതിയിൽ മാൾട്ടയിലുണ്ട്. ഒരു കുറച്ച് കാലം മുമ്പ് വരെ ഇറ്റാലിയൻ ആയിരുന്നു ഇവിടുത്തെ ഔദ്യോഗിക ഭാഷകളിലൊന്ന്. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് മാൾട്ട. ഇംഗ്ലീഷ് ഔദ്യോഗികമായിട്ട് സംസാരിക്കുന്ന വളരെ അപൂർവം രാജ്യങ്ങളിലൊന്നാണ് മാൾട്ട. ഇത്രയും ചെറിയ രാജ്യമായിട്ട് എങ്ങനെ മാൾട്ടയ്ക്ക് യൂറോപ്പിൻ്റെ ഷെങ്കൻ അംഗത്വം കിട്ടിയെന്ന് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിനുള്ളൊരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, മാൾട്ട സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് ആഫ്രിക്കൻ സൈഡും മറുഭാഗത്ത് യൂറോപ്യൻ സൈഡുമാണ്. പണ്ട് കാലം മുതലേ ഈ മാൾട്ടൻ്റെ പവർ ആർക്കാണുള്ളത്, അവരായിരുന്നു ഈ കടലിൻ്റെ തന്ത്രപ്രധാനമായ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ട്രീറ്റാണ് റിപ്പബ്ലിക്കൻ സ്ട്രീറ്റ്. ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഒരു 4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് മൊത്തം ഫുള്ള് കളർഫുള്ളാവും. ഇപ്പോൾ ഫുള്ളായിട്ട് ഓണായിട്ടില്ല. ഫുഡ് സ്ട്രീറ്റ് ഒന്നും ഓണല്ല. ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളും പിന്നെ മൊത്തത്തിലുള്ള ഡെക്കറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ക്രിസ്മസിനോട് അടുപ്പിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിലെല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തി കുറച്ചുകൂടെ വിഷ്വലായിട്ട് അടിപൊളിയാക്കി നമുക്ക് വീഡിയോ ചെയ്യാം. പിന്നെ പുതിയൊരു ക്യാമറ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഏരിയൽ വ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് പരിപാടി ഓണാക്കാം. പിന്നെ ഈ ക്രിസ്മസ് ട്രീ കാണുന്നില്ലേ, ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് വലട്ടയിലെ പാർലമെൻറ്റ്. മാൾട്ടയിലെ പൊതുവിലെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മലയാളീസ് ഉണ്ട്. പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഒരു 2 കൊല്ലം മുമ്പ് മാൾട്ട എങ്ങനെയായിരുന്നു അങ്ങനെയല്ല. ഓരോ ദിവസം കൂടുമ്പോഴും മാൾട്ടയിൽ മലയാളീസ് അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ എണ്ണം കൂടുകയാണ്. നല്ല കാര്യം തന്നെയാണ്. ഓരോരുത്തർ പുതിയ പ്രതീക്ഷകളൊക്കെ ആയിട്ട് വരുന്നൊരു രാജ്യം. പക്ഷേ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത്ര ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാവർക്കും സ്റ്റുഡൻസിനൊക്കെ പാർട്ട് ടൈം കിട്ടുന്നുണ്ടോ? കുറേ ആൾക്കാർ അതേപോലെ സ്റ്റഡി വിസിനെ പറ്റിയൊക്കെ ചോദിച്ചു എന്നോട്. ഇപ്പോൾ പഠിക്കാനൊക്കെ നല്ല ഓപ്ഷനാണ് മാൾട്ട. കുറഞ്ഞ പൈസയേ ഉള്ളൂ. ബാക്കിയുള്ള UK കാനഡയിലൊക്കെ പോകുന്ന അത്രയും ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ കിട്ടുന്ന അത്ര ഫെസിലിറ്റി ഇവിടെ കിട്ടില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ പാർട്ട് ടൈമിൻ്റെ ഒരു വിഷയം മാത്രമാണ് ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.